ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. സ്കൂളിൽ ലീവ് ആയതുകൊണ്ട് തന്നെ വിൻ്റർ സീസൺ ആയിട്ട് ലീവാണ്. അപ്പം ബസ്സുകളൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. ഞങ്ങളുടെ ചുറ്റും നിറയെ പാടങ്ങളാണ് കേട്ടോ. സ്കൂളിൻ്റെ ചുറ്റും 4 പാടും പാടങ്ങളാണ് വരുന്നത്. ഫീൽഡ് ഇതാണ് ഞങ്ങളുടെ ദുർഗ മാമും അതേപോലെ കൃഷ്ണ മാം. അങ്ങനെ ഞങ്ങൾ അവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പം സൈൻ ചെയ്തിട്ട് പോകണം. പിന്നെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും വഴിയുണ്ട്. ഞങ്ങൾ നേരെ പോകുന്ന റൈറ്റിലേക്കുള്ള വഴിയിലാണ്. കാണുന്നിടത്തൊക്കെ വലിയ വലിയ പാടങ്ങളാണ്. ഞാൻ വരുന്ന ടൈമിൽ പച്ചപ്പ് ഉണ്ടായിട്ടില്ല, പക്ഷെ ഇപ്പോൾ പച്ചപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ആശ്രമമാണ്, പോകുന്ന വഴിയിലുള്ള ഒരു ആശ്രമമാണ് കണ്ടത്. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഓംപ്ലേറ്റ് അടിക്കുന്ന കടയും റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ചായ കുടിക്കുന്ന കടയുമാണത്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് എത്തി. നവോദയ സ്കൂളിൻ്റെ അടുത്താണ് ഞങ്ങളുടെ ഈ ഒരു ഇത് വരുന്നത്. അടുത്തടുത്ത് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഷോപ്പിൽ കയറി. ഇത് മുന്നത്തെ ഒരു ഫോട്ടോ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഓംപ്ലേറ്റ് വാങ്ങാൻ ആ കാണുന്ന ഷോപ്പാണ് ഓംപ്ലേറ്റ് വാങ്ങാനുള്ളത്. പിന്നെ ഈ ഒരു ഷോപ്പിൽ പോയതിന് ശേഷം ഞങ്ങൾക്ക് ചെറിയ ഒരു 3 മുയൽക്കുട്ടീനെ കിട്ടി. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയപ്പം ചായ കുടിക്കാൻ പോയ ടൈമിൽ കറക്റ്റ് 3, കാരണം ഞങ്ങൾക്ക് 3 പേർക്കുമായിട്ട് ദൈവം തന്നൊന്നും അറിയില്ല. അവിടെ പോയപ്പോൾ ഇത് 2ാമത്തെ തവണയാണ്. അവിടെ 3 മുയലിൻ്റെ കുട്ടികളുണ്ട്. ഞങ്ങളത് മടിയിൽ വെച്ച് കളിപ്പിച്ച്, കാരണം ചായ ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കില്ല. അതുവരെ ഞങ്ങൾ വീഡിയോസും ഫോട്ടോസും എടുത്ത് ഈ ഒരു മുയൽക്കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ ഒരു ബീഹാർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ പോലെ പേടിക്കാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. കാരണം പേടിക്കാനുണ്ടാകാം, അതെല്ലാ നാട്ടിലുണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും അങ്ങനെയുണ്ട്. ബട്ട് ഇവിടെയുള്ള സ്കൂളാണെങ്കിലും പരിസരമാണെങ്കിലും കടകളാണെങ്കിലും എല്ലാം തന്നെ നമുക്ക് ഭയപ്പെടാനില്ല എന്ന് തന്നെ പറയും. ഇതൊരു സേഫ് സോണാണ്. പക്ഷേ ഏതൊരു സേഫ് സോണും എപ്പോഴും അൺസേഫ് ആകാം, അറിഞ്ഞൂടാ. പിന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാനൊരു ജീവിതത്തിൽ ചായ കുടിക്കാത്ത ഒരാളായിരുന്നു. ബട്ട് ബീഹാറിൽ വന്നതിന് ശേഷം, ഈ ഒരു സൂപ്പാളിൽ വന്നതിന് ശേഷം തണുപ്പ് സഹിക്കാൻ വയ്യാതെയാണ് ചായ കുടിക്കാൻ വേണ്ടി തുടങ്ങിയത്. ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് വരെ പോകാൻ വേണ്ടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് ഇപ്പോൾ ചായ ഇല്ലാതെ പറ്റുന്നില്ല. കാരണം നമ്മൾ ഈ ഒരു തണുപ്പിൽ നമുക്ക് അത്രയ്ക്കും നമ്മുടെ ശരീരത്തിന് ചൂട് കിട്ടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ നമ്മൾ ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ചായ കുടിക്കാത്ത ഞാൻ ചായ കുടിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആ ഷോപ്പിലുള്ള കിടക്കാരൻ്റെ മോനാണ്. മോൻ്റെ കയ്യിലിപ്പം അവർക്ക് ചായ കൊടുത്തപ്പോൾ അവരുടെ 2 പേരുടെ കയ്യിലുള്ള മുയലിനെ കൊടുത്തതാണ്. എൻ്റെ കയ്യിലുള്ള മുയൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു ബാക്കിലുള്ള ആൾ ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ പോസ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്രത്യക്ഷമായിട്ട് വന്നതാണ്. ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങൾ മാത്രമായിരുന്നു ശ്രദ്ധിച്ചത്, ആളെ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങൾ ക്ലാസ് തിരിച്ചു കൊടുക്കാറില്ല. കാരണം ഇവിടുത്തെ എന്ന് പറയുന്നത് ക്ലാസ് തിരിച്ചു കൊടുക്കേണ്ടവർ എറിഞ്ഞ് പൊട്ടിക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ ഞങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കാതെ ഞങ്ങൾ എന്താ ചെയ്യാറ്, കുടിച്ച ക്ലാസ് തിരിച്ചു കൊണ്ടുവരും. അതൊരു ഓർമ്മിക്കുന്നല്ല. ഇപ്പം ഇങ്ങനെ ഗ്ലാസ് ഇവിടെ ഞങ്ങളുടെ റൂമിൽ ഒരു 6 ഗ്ലാസ് വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ കുടിച്ച ഗ്ലാസ് കൃഷ്ണയും മാമും പുറത്തേക്ക് കളയാറുണ്ട്. കൃഷ്ണ ചിലത് എടുത്ത് വയ്ക്കാറുണ്ട്, പക്ഷെ ഞാൻ എടുത്ത് വയ്ക്കാറില്ല. ഞാൻ മൊത്തമായിട്ട് എടുത്ത് വയ്ക്കാറുണ്ട്, കളയാറില്ല എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ അത് എന്താ പറയുക, കളിമണ്ണ് കൊണ്ടുള്ള ഒരു ഗ്ലാസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ടാണ്. കഴുകാതെ കൊണ്ടുവരും, ഇവിടെ വന്ന് കഴുകിയിട്ട് സൂക്ഷിച്ചു വയ്ക്കും എന്നുള്ളതാണ്. പിന്നെ ഇത് ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഒരു മുയൽക്കുട്ടീനെ കളിപ്പിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ആ ഒരു കടേൻ്റെ ഫ്രണ്ടിൽ തന്നെ ചൂട് പിടിപ്പിക്കാനായിട്ട് വിറകുകളൊക്കെ കത്തിച്ചൊരു സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മടിയിൽ വയ്ക്കുന്ന ടൈമിൽ അതിനെ സൂക്ഷിക്കണം. കാരണം ഒന്ന് ചാടി പോയി കഴിഞ്ഞാൽ അത് നേരെ പോവുക തീയുടെ കണലിലേക്കായിരിക്കുന്നതാണ്. പിന്നെ ഈ ഒരു സ്കൂളാണെങ്കിൽ പോലും കുട്ടികളാണെങ്കിൽ പോലും ഭയങ്കര അച്ചടക്കത്തോടു കൂടി തന്നെയാണ്. പിന്നെ എല്ലാ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള കംപ്ലയിൻസും കാര്യങ്ങളും കുരുത്തക്കേടൊക്കെയാണ്. അതുപോലുള്ള കുരുത്തക്കേട് നമ്മുടെ ഈ സ്കൂളിലും ഉണ്ടെന്നുള്ളതാണ്. രാധേശ്യാം പബ്ലിക് സ്കൂൾ ബീഹാർ, നഴ്സറി മുതൽ +2 വരെ നമുക്ക് ഈ ഒരു സ്കൂളിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ്. അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം.